ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന വേണ്ടി കാഴ്ചവെക്കുന്നത്, വീടുകളിൽ ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ കഴിയുന്ന അനേകം മാതാപിതാക്കളുണ്ട്. ആരോടും ഒന്നും അവരുടെ സങ്കടം ഒന്ന് പങ്കുവെക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒറ്റപ്പെടലിൽ ഒരു സഹായമായിട്ട് ആരും ഇല്ലാത്തതിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട്. അവരെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. ഹാലേലുയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ വ്യക്തമായിട്ട് ഈശോ പറയുകയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും ഏറ്റുപറയുന്ന നിർഭയം സാക്ഷ്യം കൊടുക്കാനാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പ്രത്യേകമായ ഒരു ബുദ്ധിമുട്ടാണ്. അതായത് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയൊരു സാക്ഷ്യാനുഭവം നമുക്കുണ്ട്, പക്ഷേ അത് പറയാൻ നമുക്ക് പറ്റിയില്ല. ഒരു ധ്യാനം കൂടി, നല്ലൊരു അനുഭവം കിട്ടി, പക്ഷേ അതൊന്നും മറ്റുള്ളവരോട് പറയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ ചെയ്തു, അതൊന്നും മറ്റുള്ളവരുടെ വലിയ ഇന്നപോലെ സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ പലപ്പോഴും നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ നമ്മളത് പറയില്ല. അതുകൊണ്ട് ഈശോയോട് പറയുകയാണ്, നിർഭയം നിങ്ങൾ സാക്ഷ്യം നൽകണം. എന്നെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ള മുമ്പിൽ ഏറ്റു പറയുമ്പോഴാണ് അവരും ആ അനുഗ്രഹത്തിലേക്ക് വരുമെന്ന് ഇവിടെ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് സാക്ഷ്യം പറയാൻ ഏതെങ്കിലും തരത്തിലുള്ള ഭയം ഉണ്ടെങ്കിൽ ആ ഭയം എല്ലാം മാറി കൂടുതൽ യേശുവിനെ മഹത്വപ്പെടുത്താനും യേശുവിൻ്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും ഒരു ദൈവം ഒരു അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.